ഹലോ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എയർപോർട്ടിൽ കുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് മുംബൈ ടു ദുബായ്. ഈ കാണുന്ന കഥകളി ഞങ്ങളുടെ പുതിയ ഹോട്ടലിലോട്ടുള്ളതാണ്. ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് മുംബൈ നഗരം കാണുന്നത്? ഒരു 4 hours അവിടെയുണ്ട്. അങ്ങനെ സൂചി റൂമിൽ കൊണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം വെച്ച് മുംബൈ നഗരങ്ങളിലോട്ട് ഞാൻ ഇറങ്ങി. ആദ്യമായിട്ടാണ് മുംബൈ ഞാൻ കാണുന്നത്. ഫസ്റ്റ് കയറിയത് സ്വീറ്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഒരു സ്വീറ്റിൻ്റെ കടയിലായിട്ടാണ്. ആരുടെയും മുഖം നോക്കിയില്ല, വാരി വലിച്ച് നല്ല അടിപൊളി സ്വീറ്റുകൾ സാപ്പിട്ട് നല്ല കുൽഫിയും വെറൈറ്റി മാംഗോ ഡിഷസൊക്കെ ആയിട്ട് അവരിഞ്ഞ്. പിന്നെ ഒരു ചപ്പലിൻ്റെ കടയിൽ കയറി. വെറൈറ്റി ചപ്പൽസ്. പക്ഷേ എൻ്റെ കാലിന് പാകമായിട്ടുള്ള ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. സൂപ്പർ സെലക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ വീക്ക്നെസ്സായ ബാഗിൻ്റെ ഒരു ഷോപ്പിൽ പോയി അവനോട് വിലകളെല്ലാം ചോദിച്ച് അവനെ വെറുപ്പിച്ചു. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു പേഴ്സ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നാലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഞാൻ മുതിർന്നില്ല. അതവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു നടന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് എത്തി. കമ്മലുകളുടെ ഒരു കലവറ തന്നെ എന്ന് പറയാം. ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയാൻ മറന്നുപോയി. ഗൂഗിൾ പേ ആപ്പ് ആദ്യമായിട്ട് മൊബൈൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വളരെ പർച്ചേസ് എല്ലാം വളരെ സ്പീഡായിരുന്നു. കാരണം ടാപ്പ് ചെയ്യുക, സെൻഡ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുക. വാവ്, നൈസ്. അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. വീണ്ടും കുറച്ച് മുമ്പിലോട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. ചെരുപ്പുകളും ബാഗുകളും ഷാളുകളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അവിടെ ജെൻസിൻ്റെ ഒരു കളക്ഷൻ കണ്ടു ഞാൻ. കോട്ടൺ മെറ്റീരിയൽ, സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. നല്ല ഷർട്ടിൻ്റെ മെറ്റീരിയലായിരുന്നു. അതുപോലെ കുട്ടികളുടെ ഉടുപ്പ് എടുത്ത് പറയാനാണ്. അടിപൊളി മോഡൽസാണ് അവിടെ ഇട്ടിരുന്ന് വെച്ചത്. അതിൽ ഞാനൊരു ഉടുപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് എത്തി. കാരണം തേന്മാവിൻ കൊമ്പത്ത് മൂവി കണ്ടപ്പോൾ ആഗ്രഹിച്ചിരുന്നു വെച്ചാൽ ഇതേപോലെ വലിയൊരു ജിംക്ക് വാങ്ങിക്കണമെന്ന്. അത് മുംബൈയിലും ബാംഗ്ലൂരിലെല്ലാം കിട്ടുമെന്ന് കേട്ടതുകൊണ്ട് അവിടെ എത്തുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ച് അതിങ്ങനെ ആ ഒരു സ്വപ്നം വെച്ചിരുന്നു. അതിലിങ്ങനെ തപ്പിപ്പിടിച്ച് ഗൂഗിൾ പേ കയ്യിലുള്ളത് കൊണ്ട് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഞാൻ 2 എണ്ണം സെലക്ട് ചെയ്തു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 2 ജിംക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു. അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിലെത്തിയപ്പോഴാണ് നല്ലൊരു സൂപ്പർ കമ്മൽ പിന്നെയും കണ്ടത്. പിന്നെ വാങ്ങിക്കാൻ മുതിർന്നില്ല, കാരണം ഓൾറെഡി 2 എണ്ണം വാങ്ങിച്ചല്ലോ. അതിനവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ അമ്മോ, അങ്ങനെ നീണ്ടു പോകുമ്പോഴതേ ഒരു ചുരിദാറിൻ്റെ സെക്ഷൻ വന്നു. ഡ്രസ്സുകളോട് എനിക്ക് കമ്പമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ മേടിച്ചു കൂട്ടുന്ന ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം മേടിക്കാൻ നിന്നില്ല. പിന്നെ മുംബൈ നഗരത്തിലൂടെ ഒരു യാത്ര. നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കുപ്പി വെള്ളം തീർന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു സ്ഥലം എത്തിയപ്പോൾ എനിക്ക് പെൻഡാമേനെ ഓർമ്മ വന്നു. കാരണം അവിടെ ഇങ്ങനെ ഫുട്പാത്തിൽ ഒത്തിരി സാധനങ്ങൾ വിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭംഗികൾ ആസ്വദിച്ചും അവിടുത്തെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്തും ഇതിനിടയ്ക്ക് ഞാൻ ചക്ക കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ കൊടുക്കാനായിരുന്നു ഞാൻ വിട്ടുപോയി. പക്ഷേ സൂപ്പർ സാധനമായിരുന്നു. അതിനുശേഷം നടന്നപ്പോഴാണ് ദൈവമേ എയർപോർട്ടിൽ എത്ര ടൈമായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മല്ലിപ്പൂ വിൽക്കുന്ന ഒരു ചേച്ചിയെ കണ്ടത്. കുറേ ഹിന്ദി പറഞ്ഞ് ചേച്ചിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ചേച്ചി തമിഴാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചെമ്പകം ഇരിക്കുന്നുണ്ട്. ചെമ്പകത്തിൻ്റെ നല്ല ഭംഗിയിൽ എൻ്റെ മൂക്കിലടിച്ചുകൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് പോയി. ചേച്ചി എന്നെ അവിടെ ഇരുന്ന് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇരുന്നപ്പോൾ ആ ചേച്ചി വിളിച്ചു, നിങ്ങൾ തമിഴാവും എന്ന് ചോദിച്ചു. എന്തിന് നീ ഹിന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? തമിഴിൽ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ചേച്ചിയുടെ ആ ചോദ്യം എന്നെ വല്ലാതെ ഒരു ഹീട്ടാക്കി കളഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ ഞാൻ തമാശയല്ല തമിഴിൽ സംസാരിച്ചു. അവിടെ നിന്ന് പോകുന്ന മേടിക്കാണ്ട് നേരെ ഓട്ടോ കയറി. ഓട്ടോ ഒന്ന് വെച്ച് ഇങ്ങനെ മുംബൈ നഗരം കണ്ടിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽ വേറൊരു സംഭവം കണ്ടു. കാരണം കുറച്ച് ഡിലേ ആയതുകൊണ്ട് അവിടെ നിന്ന് വേഗമായി ഒരു എയർപോർട്ടിലോട്ട് പോകണമായിരുന്നു. എൻ്റെ സീറ്റിലൊക്കെ ഞാൻ കുറേ കാഴ്ചകളെല്ലാം കണ്ടു. പക്ഷേ ഓട്ടോകൾ മാത്രം മത്സരിച്ച് പോകുന്ന ഒരു സംഭവം. അയ്യോ, എയർപോർട്ടിലോട്ട് ഓട്ടോകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ കാറുകളൊന്നും ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നേരെ എയർപോർട്ടിൽ ചെന്നെത്തി. അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ലഗേജ് എല്ലാം എടുത്തു. മുംബൈ നഗരത്തിനൊരു ബൈ പറഞ്ഞ് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു യാത്രയായിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റ് വന്നാലും മുംബൈ കുറച്ച് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് മുംബൈയിലോട്ട് ഇറങ്ങണമെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മുംബൈയിലോട്ട് ടാറ്റ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ ലഗേജുമായിട്ട് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. ബൈ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.